ഫെലനോപ്സിസ് ഓർക്കിഡ്സുകൾ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ചെയ്തുകൂടാത്ത കാര്യങ്ങളുണ്ട്, പ്രധാനമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് എന്താ വീഡിയോയിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഇതൊരു ലോ ലൈറ്റ് പ്ലാന്റ് ആണ്, അതായത് ഇൻഡോർ പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. എന്നാൽ ഒരു ഡാർക്ക് ഷെയ്ഡ് ഇതിന് ഇഷ്ടവുമല്ല. അപ്പം അങ്ങനെ ഒരു പ്ലേസിൽ വളർത്തിയാൽ മാത്രമേ ഇത് നന്നായിട്ട് പൂക്കുകയുള്ളൂ, നന്നായിട്ട് വളരുകയുള്ളൂ. അപ്പം പ്രധാനമായിട്ട് നമ്മുടെ ഫെലനോപ്സിസ് ശ്രദ്ധിക്കേണ്ടത് ലൈറ്റ് ആണ്. ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടമല്ല എന്ന് വെച്ചിട്ട് വലിയ വെയിലും ഇതിന് പറ്റത്തില്ല. അപ്പം വളരെ ഒരു സെമി ഷെയ്ഡ് ഏരിയയിൽ വളർത്താമെന്നുണ്ടെങ്കിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകും, പ്ലാന്റ് ഒരുപാട് നന്നായിട്ട് വളരുകയും ചെയ്യും. എപ്പോഴും ക്ലോസ്ഡ് ഏരിയയിൽ നിന്ന് മാറ്റി ഒരു ഓപ്പൺ ഏരിയയിൽ വേണം നമ്മുടെ ഫെലനോപ്സിസ് പ്ലാന്റുകൾ വളർത്താനായിട്ട്. അപ്പോൾ ഫെലനോപ്സിസ് പോട്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം, ഇതൊരു സൈഡിലായിട്ട് പോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ പ്ലാന്റ്സ് പോട്ട് ചെയ്യുമ്പോൾ സെൻറ്ററിലായിട്ടായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഈ പോട്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ, ഏകദേശം ഒരു 8 വർഷമെങ്കിലും ആയിട്ടുണ്ട് പ്ലാന്റ് ആണ്. ഇതൊരു സൈഡിലായിട്ട് പോട്ട് ചെയ്ത് വളർത്തിയതാണ്. അതുകൊണ്ടാണ് ഈ പ്ലാന്റ്സിന് പ്രത്യേക അസുഖമൊന്നും വരുത്തതുമില്ല. ഇങ്ങനെ സൈഡിലേക്ക് ഹാങ് ചെയ്ത് വളരും. ഇതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ളൊരു പോട്ടിങ് മെത്തേഡ്. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളം ഒഴിക്കുന്നതും. അപ്പോൾ വാട്ടറിങ് ഡിപ്പെൻഡ്സ് അതിൻ്റെ പോട്ടിങ് ആൻഡ് ക്ലൈമറ്റ് ആണ്. അതായത് നല്ല കരിയിൽ പോട്ട് ചെയ്ത പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് ഡെയിലി വെള്ളം ഒഴിക്കാം. എന്നാലും മോസിലാണ് നിങ്ങൾ പോട്ട് ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം വെള്ളം മതി. ഇനി നിങ്ങൾ കൊക്കോ ചിപ്സിലാണ് പോട്ട് ചെയ്യുന്നത്, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു 3 ഡേയ്സ് കൂടുമ്പോൾ വെള്ളം ഒഴിക്കാം. ഈ പറയുന്ന ഇടവേളകൾ ക്ലൈമറ്റിനനുസരിച്ച് വീണ്ടും മാറും. അതായത് നല്ല മഴയുള്ള സമയമാണെങ്കിൽ ചിലപ്പോൾ വെള്ളം വേണ്ടി വരത്തില്ല, കരിയിലാണെങ്കിൽ പോലും. ഇനി മഴ കുറവാണ്, ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഡേയ്സ് നമ്മൾ പോട്ടിങ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഒഴിക്കുക. അതായത് നമ്മൾ വിരലുകൊണ്ട് ജസ്റ്റ് തൊട്ട് നോക്കുക, പോട്ടിങ്ങിൽ നനവുണ്ടോ നല്ല തണുപ്പുണ്ടോ എന്നുള്ളത്. അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചാൽ പ്ലാന്റ് നന്നായിട്ട് വളരുള്ളൂ. ഇനി തൊണ്ടിലോ തടിയിലോ ആണ് പോട്ട് ചെയ്ത് ഹാങ് ചെയ്തേക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വെള്ളം ഒഴിക്കാം. എന്താണെന്ന് വെച്ചാൽ ഇതിന് വെള്ളം കെട്ടി നിൽക്കത്തില്ല, അതുകൊണ്ട് സ്ഥിരമായിട്ട് ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നല്ല ലൈറ്റും വെള്ളവും കൊടുത്താലും നന്നായിട്ട് ഫ്ലവർ ചെയ്യും. എന്നാൽ പ്ലാന്റ് ഒന്ന് ഹാപ്പി ആണെങ്കിൽ നല്ലൊരു ഫെർട്ടിലൈസർ കൂടി നമ്മുടെ പ്ലാന്റിന് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒരു 5 ഡേയ്സ് ഇൻ്റർവെല്ലിൽ നല്ല ഏതെങ്കിലും NPK ഫെർട്ടിലൈസേഴ്സോ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സോ അപ്ലൈ ചെയ്യുക. ഇനി ഈ ഫെർട്ടിലൈസർ കൊടുത്തില്ലെന്ന് വിചാരിച്ചിട്ട് പ്ലാന്റ് വളരാതൊന്നും ഇരിക്കില്ല. നല്ല ലൈറ്റിലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വളരും. നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ മെഡിസിൻ എടുക്കും, അല്ലെങ്കിൽ അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രിവെൻഷനായിട്ടുള്ള വൈറ്റമിൻസ് എടുക്കും. അതുപോലെ തന്നെ പ്ലാന്റുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഫംഗിസൈഡ്സ്. ഒരു 15 ഡേയ്സ് ഇൻ്റർവെല്ലിൽ ഫെലനോപ്സിസ് ഓർക്കിഡുകൾക്ക് മസ്റ്റായിട്ട് ഫംഗിസൈഡ് കൊടുക്കണം. എന്തെന്ന് വെച്ചാൽ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അസുഖം വന്നിട്ടായിട്ട് കൊടുത്താൽ ചിലപ്പോൾ അത് റിക്കവർ ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 15 ദിവസം കൂടുമ്പോൾ ഒരു ഫംഗിസൈഡ് പെർമനൻ്റ് ആയിട്ട് കൊടുത്തു പോവുക. ഇനി റെയറായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്. അപ്പോൾ ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന ചാൻസുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ ഡാർക്കായി ഇടുങ്ങിയ സ്പേസുകളിൽ പ്ലാന്റുകൾ വെക്കുക. അതുപോലെ ഹെവി റെയിൻ ഉണ്ടാവുക, ഓവറായിട്ടുള്ള മഴയും ഓവറായിട്ട് കാറ്റൊന്നും ഇല്ലാതെ തിങ്ങിയ ഒരു ഇരുട്ട് റൂമിലും ഒക്കെയാണ് വെക്കുന്നതെങ്കിൽ പ്ലാന്റിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അത് ഇലകളിൽ വെള്ളക്കെട്ട് പോലെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് ആ അസുഖം ഉണ്ടാവുന്ന സമയത്ത് മാത്രം ഏതെങ്കിലും ഒരു ബാക്ടീരിയസൈഡ്, കേസൈക്ലിൻ പോലെയുള്ള ഒന്ന് ഒരു 4 തവണ കൊടുത്താൽ അത് മാറിക്കിട്ടും. അത് വളരെ റെയർ ആയിട്ട് ഒരു വർഷത്തിൽ 1 വട്ടമൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യം മാത്രമാണ്. അതുകൂടി അറിഞ്ഞിരുന്നാൽ ഫെലനോപ്സിസ് ഓർക്കിഡുകളെ വളരെ മനോഹരമായിട്ട് വളർത്തിയെടുക്കാനായിട്ട് കഴിയും. വളരെ സിമ്പിളാണ്, ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റി തന്നെയാണ് ഫെലനോപ്സിസ്.